10ാം ക്ലാസ്സുകാരൻ ഷഹബാസ്. അവൻ്റെ വിയോഗം നമ്മെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. ഒപ്പം ഒരു ക്ലാസ്സിൽ പഠിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്നവർ പോലുമാണ് എന്നെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നത് എന്നവൻ അറിഞ്ഞില്ല. പറഞ്ഞു തീരാവുന്ന പ്രശ്നം. പക്ഷേ പ്രതികളുടെ ഹൃദയത്തിൽ അവനെ കൊല്ലണമെന്നായി. അവർ സമയം കാത്തു. മാരകായുധം കൊണ്ട് അവൻ്റെ തല തല്ലിച്ചതച്ചു. എന്നിട്ടും അവർക്ക് ദാഹം തീരാത്തതുപോലെയായിരുന്നു അവരുടെ സംസാരം. ഒരു ഭാഗത്ത് എന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന കൂട്ടുകാർ, പക്ഷേ മറുഭാഗത്ത് ജീവൻ കൊടുക്കാനും തയ്യാറായ കൂട്ടുകാരനുണ്ടായിരുന്നു, അൻസാഫ്. ഷഹബാസിൻ്റെ കാര്യം ഓർമ്മ വരുമ്പോൾ ഒരിക്കലും അൻസാഫിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഷഹബാസിന് വേണ്ടി തൻ്റെ കൂട്ടുകാർക്കിടയിൽ ശബ്ദമുയർത്തിയ കൂട്ടുകാരൻ, ഷഹബാസിൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് വന്ന് ആർത്തട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞ പൊന്നുമോൻ. എവിടേക്ക് പോകുമ്പോഴും അവൻ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഇതിനെന്തേ അവൻ എന്നെ വിളിക്കാതിരുന്നു എന്ന ആ ചോദ്യം നമ്മെ എല്ലാവരെയും ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം SSLC പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ അൻസാഫിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്ന റിസൾട്ട് അന്ന് നമ്മൾ നല്ല രീതിയിൽ മുഞ്ചിയിട്ടുണ്ട്. അറിയാലോ, എല്ലാവർക്കും സിറ്റുവേഷൻ അറിയാലോ. സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. A+, ഫുൾ A+ കുട്ടികൾക്കും പൊട്ടികൾക്കും എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഞാനും ഒരു നല്ല രീതിയിൽ മുഞ്ചി പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ SSLC പരീക്ഷാ റിസൾട്ടിൽ പാസ്സായെങ്കിലും പ്രതീക്ഷിച്ച അത്രയ്ക്ക് മാർക്ക് മേടിക്കാൻ ആ പൊന്നുമോന് കഴിഞ്ഞില്ല. കാരണം ലോകം മുഴുവനും കണ്ടതാണ് തൻ്റെ സുഹൃത്ത് ലോകത്തോട് വിട പറഞ്ഞതിൻ്റെ ആ വിയോഗത്തിൻ്റെ വേദന പൊന്നുമോൻ്റെ മനസ്സിലും മുഖത്തും നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ പരീക്ഷ എഴുതിയ പൊന്നുമോനാണ് അൻസാഫ് എന്ന ഈ സുഹൃത്ത്. അൻസാഫ് എന്ന ഈ സുഹൃത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. തൻ്റെ വീഡിയോയ്ക്ക് താഴത്ത് ഒരുപാട് അനുകൂല കമൻറ്റുകൾ കാണാൻ ഇടയായി. സാരമില്ല മോനെ, സാരമില്ലട, അടുത്ത വർഷം നല്ല മാർക്ക് മേടിക്കാം. സാരമില്ല മോനെ, പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവുക, വിജയം ഉറപ്പാണ്. ഇങ്ങനെ തുടങ്ങി നല്ല നല്ല സന്ദേശങ്ങൾ അൻസാഫിന് വേണ്ടി എല്ലാവരും കൈമാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിജയം ആ പൊന്നുമോനെ നൽകട്ടെ.